ഇത് ജയിലിലായോ? ആക്ച്വലി നമ്മളാണ് ജയിലിൽ, ഇത് പുറത്താണ് അല്ലേ? ഇത് അല്ലേ? പിന്നെ ഇതെന്താ അത് ശരിക്കും? ഇത് ആള് പറയൂ, ആരാ ഇത്? യൂണിക്കോണാണോ? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പണി കിട്ടി. ഇവിടെ ഈ വീട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോറി വി ആർ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഇട്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ തന്നെ വേറെ കുറെ നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത ഭാഗത്തു കൂടിയാണ് ഇപ്പൊ എസ്കേപ്പ് ഫ്രം സിറ്റീസ് ബോക്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂ സൗത്ത് വെയിൽസ്. നമ്മൾ അധികവും വിക്ടോറിയ ഭാഗത്ത്, നമ്മൾ മെൽബൺ സൈഡിലാണ് കവർ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസിന്റെ സെന്റർ പാർട്ട് കൂടെയാണ്. ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി കളർഫുൾ ടൗണിന് കുറച്ച് ഔട്ട് ബാക്കിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറേ നല്ല രസകരമായ സ്പോട്ടുകളിൽ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ്. റീജിയണൽ NSW, സെൻട്രൽ NSWന്റെ ഭാഗത്തു കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയയിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലെ സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടെ നല്ല രസകരമായ ഒരു യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരിക്കലും കേട്ട് പരിചയമില്ലാത്ത, കണ്ടു പരിചയമില്ലാത്ത, പ്രത്യേകിച്ച് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറേ സ്ഥലങ്ങൾ കൂടെ ആണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ കാണാൻ, ഈ ഒരു ഭാഗത്തിൻ്റെ ഭൂപ്രകൃതിയും ആ ഒരു എന്താ പറയുക മൊത്തമുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ വിക്ടോറിയയിൽ നിന്ന് NSWന്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന കാഴ്ചകൾക്ക് വരുന്ന മാറ്റം. ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഭാഗങ്ങളാണ്, ഭൂപ്രകൃതിയാണ് കാണുന്നത്. ധാരാളം കൃഷിയുണ്ട്. ആ ഒരു ഭാഗത്തിൻ്റെ മാറ്റമാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇവിടെ അടുത്ത് ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണത്. ആ പോകുന്ന വഴിയാണിത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. മനുഷ്യന്മാരെ ഒന്നും സമാധാനത്തിന് കാണാനില്ല. ഇവിടെ മനുഷ്യന്മാരേ ഇല്ല. എനിക്കിവിടെ വല്ല കാങ്കറൂസ് ഒക്കെ ചാടിയ രാവിലത്തെ മോർണിംഗ് സമയത്തും സൺറൈസ് സൺസെറ്റ് സമയത്ത് കുറേ കാങ്കറൂസ് ഒക്കെ ചാടാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുമില്ല. ഇങ്ങനെ പരന്ന് കിടക്കണം. നമ്മൾ വാഗമണിൽ പോയാൽ മൊട്ടക്കുന്ന് കാണില്ല, അതേപോലത്തെ ഒരു അവസ്ഥയാണ് രണ്ട് സൈഡിലും. പക്ഷേ ഇത് മൊട്ടക്കുന്നിൽ നിറയെ കൃഷിയുണ്ട്, അത് മാത്രം. പല സ്ഥലത്തും കൃഷിയുടെ കാണാനുണ്ട്, പക്ഷെ ആളുകളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോയി ജാപ്പനീസ് ഗാർഡൻ കണ്ടിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ആ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ഉണ്ടാവുക. നമ്മൾ കനോവിൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പം പോണത്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്, ഒരു കാഫി കുടിച്ച്, എന്നിട്ട് പിന്നെ വീണ്ടും മുമ്പിലേക്ക് പോയിട്ട് ആ ജാപ്പനീസ് ഗാർഡനിലേക്ക് എത്തും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഈ പോകുന്ന വഴിയുടെ പ്രത്യേകത കണ്ടല്ലോ, ഇതേപോലെയാണ് ഫുള്ള്. ഒരു 40-40 കിലോമീറ്റർ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോകും. വേറെ മനുഷ്യന്മാരെ ഒരു ടൗണോ ഒന്നും കാണില്ല ഇടയിൽ. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ NSWയിലെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകതയാണത്. കുറേ ദൂരം നോക്കത്താ ദൂരത്തോളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 100-110 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാറ്. പിന്നെ കുറേ ദൂരം കഴിയുമ്പോഴാണ് നമുക്കൊരു കുഞ്ഞി ടൗണോ ഒരു പെട്രോൾ പമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുക. അതിലധികം സ്ഥലം ഇങ്ങനെ പരന്ന് വളരെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. നമ്മൾ മാത്രം റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുക. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. കനോവിൻഡ്ര റോഡ്. ഈ കൗറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ജാപ്പനീസ് ഗാർഡൻ ഉണ്ടോ. നമ്മളിപ്പോൾ ആ ഒരു റോഡിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ കുറച്ചും കൂടി ദൂരം പോയാൽ അവിടെ എത്തും. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഓസ്ട്രേലിയയുടെ തന്നെ നമ്മൾ സാധാരണ പോവാത്ത ആളുകൾ എപ്പോഴും ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ അല്ലാത്ത കുറേ സ്ഥലങ്ങളിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് വെസ്റ്റ് വൈലോങ്ങിൽ നമ്മുടെ ബിദുലേട്ടനും സ്വാതിയുണ്ട്. അവർക്ക് അവിടെ ജോലിയൊക്കെ അവർ അവിടെ സെറ്റിലായപ്പോൾ അപ്പോൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ടാവാൻ ട്രിപ്പ്. അത് അടുത്തൊന്നല്ല, നമ്മളുടെ സ്ഥലത്തു നിന്ന് വിക്ടോറിയയിൽ നിന്ന് ഏകദേശം മെൽബണിൽ നിന്ന് 100 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ വെസ്റ്റ് വൈലോങ്ങിലേക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരു ദിവസം ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്തു. എന്നിട്ട് അവിടെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇനി ഈ 2 ദിവസം, ഈ 2 ലോങ് വീക്കെൻഡിൽ, ഈ ഒരു ലോങ് വീക്കെൻഡ് മൊത്തം ഉണ്ടാവുക. ഇത് കാറിലിരിക്കുകയാണോ? ഇത് അലനേട്ടൻ വേറെ കാറിലുണ്ടോ? ഓക്കെ. ഇത് എന്താ കഴിക്കണേ? കേക്കാ? കേക്ക്. ജാപ്പനീസ് ഗാർഡനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണു. നിറയെ ആളുണ്ട് കേട്ടോ. ഒരു ലോഡ് വണ്ടികളുണ്ട് ഇവിടെ. നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്താം.
ഇവിടെ നല്ലൊരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഒരു ചെറിയ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പിക്നിക് നടത്താൻ അതിനൊരു സ്ഥലമുണ്ട്. അങ്ങനെ നമ്മുടെ ജാപ്പനീസ് ഗാർഡൻ്റെ നേരെ മുമ്പിലെത്തി. 8:30 മുതൽ 5 മണി വരെയാണ് ഇത് ഓപ്പണിംഗ് അവേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത്. അന്നേരം ഉള്ളിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കണം. നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ബിദുലേട്ടനും സൈനും പിള്ളേരും നടന്നു. ജാപ്പനീസ് ഗാർഡനിൽ നമ്മൾ എത്തിയിട്ട് ആദ്യത്തെ പരിപാടി ഇത് ഫിഷിനും ഡക്കിനും ഇങ്ങനെ ഫുഡ് ഫീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഫീഡിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടി അടി അടിപിടിയായി, ഫൈറ്റായി. നമ്മൾ ഈ ജാപ്പനീസ് ഗാർഡനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ബെല്ലടിക്കാനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുള്ള ഫിഷിനെ ഫീഡ് ചെയ്യാം അങ്ങനെയൊക്കെ. പിന്നെ ഈ മുന്നിൽ കിടക്കുമ്പോൾ നമ്മൾ ജാപ്പനീസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരണത് ഈ ഒരു ബോൺസായി ഇതുപോലത്തെ കുഞ്ഞു മരങ്ങളുടെ സംഭവങ്ങളൊക്കെയാണല്ലോ. പിന്നെ അവരുടെ ഫുഡും അതും ഇവിടെ എവിടെയൊക്കെ ഉണ്ട് പറഞ്ഞു. നമുക്കിവിടെ പോയിട്ട് ആ മരങ്ങളൊക്കെ ഒന്ന് കാണാം. കുഞ്ഞിതായിട്ട് നല്ല ക്യൂട്ടായിരിക്കും. വീട്ടിലവരുടെ വാങ്ങി കിടന്ന ആഗ്രഹമുള്ള ഒരു സാധനമാണ്. ഓരോ ഇവിടുത്തെ ഈ ബോൺസായി മരങ്ങളൊക്കെ 1970കളിലും 90കളിലും 80കളിലൊക്കെ ഉള്ളതാണ്. നമ്മളെക്കാൾ വയസ്സായവരൊക്കെ കുറേ എണ്ണം. ഇത് ജയിലിലായോ? ആക്ച്വലി നമ്മളാണ് ജയിലിൽ, ഇത് പുറത്താണ്. അല്ലേ ഇത്? ഹലോ അലൻ. 1944 നമ്മുടെ വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളൊരു ജയിലിലുള്ള ലീഫ്ലെറ്റിലത്തെ കാര്യമുണ്ടോ, കുറേ ആൾക്കാർ, എത്ര ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടു. അതിലൊരു 230 എത്ര ആൾക്കാർ മരിച്ചു. അവരെ ഈ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ കോവരയിലത്തെ ഇവിടെ അടുത്ത് തന്നെ ബറി ചെയ്തിട്ട് വലിയൊരു സിമെട്രി ഉണ്ട് ഇവിടെ അടുത്ത്. അവരുടെ ഒരു പീസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട്, ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഗാർഡനാണ്. അതെ, ജാപ്പനീസ് ആളുകളാണ് മരിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടി, അപ്പോൾ ശരിക്കും ബേസിക്കലി ഇവിടെ കോവരയിലത്തെ ലോക്കൽ പീപ്പിളും ഈ ജാപ്പനീസ് ആൾക്കാരുമായിട്ടുള്ള ഒരു എന്താ ഹാർമണി അതാണ് ഈ ഗാർഡൻ. ഓക്കെ. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ ജാപ്പനീസ് ഗാർഡനിലാണ് നമ്മളുള്ളത്. അതാണ് കൗറയിൽ. അപ്പോൾ രസകരമായിട്ടൊരു ഗാർഡനാണ്. നമുക്കിങ്ങനെ പീസ്ഫുൾ ആയിട്ട് കുറേ നേരം നടക്കാം. ഈ ഒരു ഗാർഡൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് ഈ ഓസ്ട്രേലിയയും ജപ്പാനും ആയിട്ടുള്ള ഒരു പീസ്. രണ്ട് കൺട്രിയും തമ്മിലുള്ള ഒരു റീകൺസിലേഷൻ ഒക്കെയാണ് അതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ നമുക്ക് രസകരമായിട്ട് ഈ ഗാർഡനിൽ കൂടെ ഒന്ന് നടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു കിച്ചൺ ഒരു സംഭവമുണ്ട്, അതായത് ഒരു ഫുഡ് ട്രക്ക് പോലെ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. നൂഡിൽസും പിന്നെ എന്തൊക്കെയോ അവരുടെ ജാപ്പനീസ് സൂഷി അങ്ങനെയുള്ള കുറച്ച് ജാപ്പനീസ് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതും വേണമെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. ഇതെന്താ മുഖത്ത് എന്താ എന്താ ഡ്രാഗൺ? ഓ, ബട്ടർഫ്ലൈ. ബണ്ണിയല്ലേ? ഇത് ബണ്ണിയാണ്. ഇതെന്താ? അതെയോ? ടാറ്റു എന്തൊക്കെയാ? അപ്പൊ ആലം പറയൂ, ഈ ജാപ്പനീസ് ഗാർഡന്റെ എക്സ്പീരിയൻസ് എന്താ? So, bushes are quite good. Plants
climbing trees, okay. We explored like fish, and there were so many big fish. ഫിഷ്. ആ ഏതാ ഏറ്റവും അട്രാക്റ്റീവ് ആയത്? ഇതിൽ ഇപ്പൊ ഇത്ര നേരം കണ്ടാൽ ഏറ്റവും ഇഷ്ടമായത് ഏത് ഭാഗം? A man. ഈസ്റ്റർ ബണ്ണി. Easter bunny. Easter bunny has a reference. എഗ് കിട്ടിയില്ലേ? ഈസ്റ്റർ എഗ് കിട്ടിയില്ലേ? Yes. Well, can I tell you a secret? ഓക്കെ. ഓക്കെ, സീക്രട്ട്. The Easter bunny is not real. ഓ Not the real universe. ഓ And the Easter bunny who came here is disguised. ഹൗറയിലെ ജാപ്പനീസ് ഗാർഡനൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി. അവസാനം പിള്ളേര് തിരിച്ചു വരണ വഴിക്ക് അവിടെ ഫേസ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈസ്റ്റർ പ്രമാണിച്ചിട്ട്. അപ്പൊ അതൊക്കെ ചെയ്തു, എല്ലാവർക്കും ഹാപ്പി ആയി. ഞങ്ങൾ തിരിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടമുദ്രയാണ്. അപ്പൊ അത് പോണേന്റെ ഇടയില് യങ് പറഞ്ഞൊരു വേറൊരു കുഞ്ഞി ടൗൺ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വയറിന് സമാധാനം കൊടുക്കാൻ ലഞ്ച് എന്തെങ്കിലും കഴിച്ച് എന്നിട്ട് കൂട്ടമുദ്ര പോകും. അവിടെ എന്താന്നല്ലേ, ഫേമസ് ക്രിക്കറ്റർ ബ്രാഡ്മാൻ്റെ ജന്മഗൃഹമാണ്. അപ്പോൾ ബർത്ത് പ്ലേസ് അവിടേക്കാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. ഓൺ ദ വേ നമ്മളങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഒന്നിങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തു. ഇവിടെ എഴുതി കാണിച്ചു യങ്ങിലേക്കുള്ള സീനിക് റൂട്ടാണെന്ന് എഴുതി കാണിച്ചു. എന്നാ ശരി, ഈ വഴി പോയി നോക്കാന്ന് വിചാരിച്ചു. ദേ എൻ്റെ അമ്മേ, പഴയ റെയിൽവേ പാലാണ് കണ്ടോ പൊളിഞ്ഞു കിടക്കണത്. അപ്പൊ നമ്മള് നേരെ പോവാണ്. നമ്മുടെ നാട്ടിലെ ഒരു പക്ക ഇടവഴി പോലത്തെ കുഞ്ഞു വഴികളുണ്ടാവില്ലേ, പ്രത്യേകിച്ച് റോഡിന് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു വഴിയില്ലേ, നമ്മുടെ നാട്ടില് മൈനൂരൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ സിമ്പിൾ വഴി, അതുപോലത്തെ വഴി കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ശരിക്കുള്ള ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ 32 മിനിറ്റ് ആണ്. കുഴപ്പമില്ല, 12 മിനിറ്റ് വ്യത്യാസം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുവരെ 10 മിനിറ്റ് കൂടി ഉറങ്ങാൻ സമയം കിട്ടും. ഏതൊക്കെയോ കല്ലിട്ടാ മഴ കൂടെ എങ്ങനെ പോണ്ട്. ശരിക്ക് കുന്നുമലയൊക്കെ നേരെ ചൊവ്വേ ആസ്വദിച്ച് അതിന്റെ ഇടയിൽ കൂടെയുള്ള വഴി കൂടെ പോകുന്നതിന്റെ ഒരു സന്തോഷം ഇപ്പൊ അല്ലെ. നമ്മള് ന്യൂ സൗത്ത് വെയിൽസിൽ പോന്നിട്ട് ഹൈവേ കൂടെ മാത്രം പോയാൽ പോരല്ലോ. അതെ, അതിലൊരു കാര്യമില്ലല്ലോ. അതാണ് വല്ലാത്ത ത്രില്ലായി പോയി. കൂട്ടമുദ്ര സ്ഥലം കേൾക്കുമ്പോ ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഒരു പേര് പറഞ്ഞല്ലേ, മുദ്ര, കൂട്ടമുദ്ര എന്നൊക്കെ പറയുമ്പോ കുറ്റമുദ്ര. ഇവിടുത്തെ പേരുകളെ ചിലത് നമ്മള് നമ്മുടെ രീതിയിൽ ഒരു മലയാളി ഒരു തിരിച്ചായിട്ട് വായിച്ചു കഴിഞ്ഞാൽ രസമാണ്. ഈ സ്ഥലം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് ബ്രാഡ്മാൻ്റെ പേരിലാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോണത്. 5 മണിക്ക് അടയ്ക്കും ആ മ്യൂസിയം. പക്ഷെ അതിന് മുന്നേ നമ്മൾക്ക് അതിൻ്റെ മുമ്പിൽ എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കണേ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പണി കിട്ടി. ഇവിടെ ഈ വീട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോറി, വി ആർ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രാഡ്മാൻ താമസിച്ച വീട്. പക്ഷേ എന്ത് ചെയ്യാൻ, ജനിച്ച് വളർന്ന വീട് എന്ന് പറയാം. നമുക്ക് ഉള്ളിൽ പോയി കാണാനുള്ള യോഗമില്ല. ഉള്ളിൽ പോയാലും കുഴപ്പമില്ല. നമ്മൾ പലരും ഈ ഫേമസ് ആയിട്ടുള്ള ഇത്രയും ബിഗ് ആയിട്ടുള്ള ഓരോ പേഴ്സണാലിറ്റീസിൻ്റെ അവരുടെ ഒന്നും വീട്ടിൻ്റെ ഉള്ളിൽ പോയെങ്കിലും ആ ഒരു സ്ഥലത്ത് അവർ ജനിച്ച ആ ഒരു ഇത്രയും ചെറിയൊരു റീജിയണൽ സ്പേസിൽ ഒരു കുഞ്ഞു വീട്ടിൽ ജനിച്ച ആളാണ് ഇത്രയും വലിയൊരു ലെജൻഡായിട്ട് മാറിയത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്, ഗ്രേറ്റ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ ഒരു ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ലേറ്റ് സെൻറ്റിനറി. അപ്പോൾ ഇവിടെ ഒരു ജിമ്മൊക്കെ ഉണ്ട് ഒരു ലേക്കിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ജിമ്മ് പ്രാക്ടീസ് ഓരോ സംഭവങ്ങളും എക്സ്പീരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ചാടുന്നു, ഓടുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഈ ഒരു പരിപാടിയുടെ മൊത്തം അവസാനം. ഏതിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്? ഇതാണോ? നല്ല ഭംഗിയുള്ളൊരു ലേക്ക്, സൺസെറ്റായി. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയായി. നല്ല രസമായിട്ടുള്ള യാത്രയായിരുന്നു. ഈ ഒരു റീജിയണൽ NSWൻ്റെ NSWൻ്റെ റീജിയണൽ ഏരിയയിൽ കൂടെ കുറേ ഞങ്ങൾ ട്രാവൽ ചെയ്തു. പല ഭാഗത്തു കൂടെയൊക്കെ ഓടിച്ചു. നല്ല ഭംഗിയുള്ള കുറേ ടൗണുകൾ കണ്ടു. നല്ല രസകരമായിട്ടുള്ളൊരു ദിവസമായി. എന്തായാലും താങ്ക് യു ബിന്ദുട്ടാ ആൻഡ് സ്വാതി. അപ്പോൾ ഇന്നത്തെ ദിവസം തീരാറായി, നമ്മുടെ സൺസെറ്റായി. ഇന്നിവിടുത്തെ ഈ സെൻറ്റിനറി ലേക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ എസ്കേപ്പ് റെസിപ്പീസ് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.
സൈഡിലേക്ക് തിരിഞ്ഞ സമയത്തുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് ബിദുലേട്ടൻ്റെ അടുത്ത് ഫ്രണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അവര് മുന്നിക്ക് കേറി, എന്നിട്ട് അപ്പക്ക് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തി. അപ്പൊ ഞാൻ സൈഡിലേക്ക് ആക്കി. അപ്പൊ ബിദുലേട്ടൻ എന്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വണ്ടി. പിന്നെ എടുത്തത് നമ്മളാ ഫ്രണ്ടില്. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലെടുത്തത് വളരെ നന്നായി. അതുകൊണ്ട് മുൻഭാഗം നല്ല വൃത്തിയുണ്ട്. നമ്മുടെ പിന്നിലായ അവരുടെ മുൻഭാഗം മൊത്തം പൊടി. എന്തൊരു സന്തോഷം, ഒരാൾക്ക് പണി കൊടുത്തപ്പോ എന്തൊരു സന്തോഷം.